ഫാദേഴ്സ്, എൻ്റെ എല്ലാ ആത്മീയ പിതാക്കന്മാർക്കും ഗ്രീറ്റിംഗ്സ് ഇൻ ദ ബ്ലെസ്സഡ് നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. കാരണം എന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. ഇവിടെ എൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ആവശ്യം തീരെയില്ല. കാരണം ഒരു സംഘം വൈദികരോട് വചനം പറയാൻ ആവശ്യമായിട്ടുള്ള പ്രാഗൽഭ്യമോ പരിജ്ഞാനമോ ഒന്നും എനിക്കില്ല. ഞാനൊരു പ്രൊഫഷണൽ സ്റ്റേജ് സ്പീക്കറും അല്ല. എന്നെക്കാളൊക്കെ വചനവും വിശ്വാസത്തെ പറ്റിയും നല്ലോണം അറിയാവുന്നവരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ ഒരു എളിമ, ഒരു വലിയ മനസ്സ്, അതുപോലെ ദൈവത്തിൻ്റെ തീരുമാനം, അതുപോലെ ഫാദർ നൈനൻ്റെ വളരെ സിൻസിയർ ഇൻവിറ്റേഷൻ, ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഈസ് ബ്രോട്ട് മീ ഹിയർ. പിന്നെ സാധാരണ ഇത്രയും അച്ഛന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ പരിഭ്രമമൊക്കെ തോന്നേണ്ടതാണ്. അതെനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ റൂട്ട്സ് ഒരു സാധനം ഉണ്ടല്ലോ, ദർ ഈസ് എ സർട്ടൻ സെൻസ് ഓഫ് ഹോം കമ്മിങ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ഒരു കംഫർട്ട് ലെവൽ വിത്ത് ദിസ് ഗ്രൂപ്പ്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ വചനത്തിൽ നിന്ന് പ്രസംഗിച്ചൊരു അധിക പ്രസംഗമാക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഈ ഗ്രൂപ്പിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഒരു വീക്ഷണം മാത്രമേ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് തന്നെ ഒരു സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവാണ്. അതും പറയേണ്ടത് ആവശ്യമുണ്ട്. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞ് പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെപ്പറ്റി വായിച്ചും കേട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, ആ രീതിയിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു കോൺവെർസേഷൻ മോഡിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. കൂടുതലും നേരം സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ്, പക്ഷേ എന്നാലും അതൊരു കോൺവെർസേഷനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ നമ്മുടെ വിശ്വാസത്തെപ്പറ്റി, ക്രിസ്ത്യൻ ഫെയ്ത്തിനെ പറ്റി മനസ്സിലാക്കിയ, നാളിതുവരെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഞാൻ ഇന്ന് അച്ഛന്മാരുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ നെറേറ്റീവ്. അപ്പം അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പൂർണ്ണ രൂപം വരണമെങ്കിൽ അത് അവസാനം വരെ ആവുമ്പോഴേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ അതൊരു ഒരു ഒരു സ്റ്റോറി ലൈൻ പോലെ സ്ട്രക്ചർ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ചുരുങ്ങിയ സമയത്തിൽ കുറച്ച് ഇംഗ്ലീഷ് ആയിരിക്കും ഇന്ന് കുറച്ച് കൂടുതൽ പ്രയോഗിക്കുന്നത്. അത് ഗ്ലോബൽ കോൺഫറൻസ് ആയതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് എനിക്ക് തടി തപ്പാം, പക്ഷേ അതല്ല, അതുകൊണ്ടല്ല. ഇറ്റ് ഈസ് ബിക്കോസ് കുറഞ്ഞ സമയം കൊണ്ട് ഇച്ചിരി ക്രിസ്പായിട്ട് പറയണമെങ്കിൽ ഐ തിങ്ക് വൺ ലാംഗ്വേജ് ഇസ് ബെറ്റർ. നമ്മൾ രണ്ടും കൂടെ പറയുമ്പോഴേ ഇറ്റ് ബിക്കംസ് മോർ ലൈക്ക് എ ട്രാൻസ്ലേഷൻ. ബട്ട് I pray to God that language doesn't become a barrier between us. I was thinking of the theme. ഈ ഒരു ഡെലിബറേഷൻ്റെ തീമായിട്ട് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഗാർഡിയൻസ് ഓഫ് ദി അപ്പസ്തോലിക് ഫ്ലെയിം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തീം. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് എന്താണ്, പ്രത്യേകിച്ച് ഇത് ഫസ്റ്റ് സെഷനും കൂടെ ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ വാട്ട് ഐ ഫെൽറ്റ് ഇസ്, എനിക്ക് ശക്തമായിട്ട് തോന്നിയത് ഐ ഷുഡ് സ്പീക്ക് ഓൺ ദ വൺ ഹൂ ലിറ്റ് ദ ഫ്ലെയിം, the one who handed over the flame. ഇതിൻ്റെ എല്ലാം ഉദ്ഭവസ്ഥാനത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കേണ്ടത്. സോ ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ഈ ബാക്ക് ടു ബേസിക്സ് എന്നൊക്കെ പറയുന്ന പോലെ ബാക്ക് ടു ജീസസ്. ഇതിനൊരു സബ് ടൈറ്റിൽ കൊടുക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി കൺവേർഷൻ ഓഫ് ദ ചർച്ച് ടു ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞോട്ടെ, ഞാൻ ചർച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർത്തഡോക്സ് സഭ എന്ന അല്ല. ഇത് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സഭ. ഏത് ഡിനോമിനേഷനും ഉൾപ്പെടാമെന്ന ക്രിസ്ത്യൻ ചർച്ച്. സോ കമ്മിങ് കൺവേർഷൻ ഓഫ് ദ ചർച്ച് ടു ക്രൈസ്റ്റ് എന്ന് പറയാൻ കാര്യം അപ്പോസ്തോലിക് ജീവിതം, അപ്പോസ്തോലികമായ ജീവിതം, ദി അപ്പോസ്തോലിക് ലൈഫ്, അത് സ്റ്റാർട്ടഡ് വിത്ത് ജീസസ്. അപ്പം ക്രിസ്തു പറഞ്ഞു തന്ന നമ്മുടെ ജീവിതമാർഗം എന്താണ് എന്നുള്ളത് ചുരുങ്ങിയ സമയത്തിൽ നോക്കാം. ഞാൻ ഈ നെറേറ്റീവ് എന്ന് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ലെറ്റ് us see why ജീസസ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ജീസസിനെ പിടിച്ച് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോളോയിങ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് മേക്സ് us ക്രിസ്ത്യൻസ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ജീസസ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് ക്രിസ്ത്യാനിറ്റി ഹാസ് ടു ഓഫർ ദിസ് വേൾഡ്. സെക്യുലർ റെൽമിൽ കുറേ വർക്ക് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഒരു കാര്യം എനിക്ക് നല്ലവണ്ണം അറിയാം. നമ്മളെക്കാളും ഒത്തിരി നല്ലവണ്ണം കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മളെക്കാളും ഒത്തിരി നല്ല ആൾക്കാർ പുറത്ത് ഉണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അതിപ്പം പ്രെയർ ആയാലും, പ്യൂരിറ്റി, പെനൻസ്, ധാർമ്മിക അനുഷ്ഠാനങ്ങളായാലും, അതുപോലെ ഡോഗ്മ, ഫിലോസഫി, ഡിസിപ്ലിൻ ഓഫ് ദ ഫെയ്ത്ത്, ചാരിറ്റി, ദാനധർമ്മങ്ങൾ, അതുപോലെ ഈവൻ ക്യാരക്ടർ, ഏത് കാര്യം നോക്കിയാലും
there are so many others who are better than us. അപ്പം നമുക്ക് അഹങ്കരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ക്രിസ്തുവിലല്ലാതെ നാം അഹങ്കരിക്കാനൊന്നുമില്ല. ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് വി ഹാവ് ടു ബോസ്റ്റ് അബൌട്ട്. രണ്ടാമത് യോഹന്നാൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ജോൺ സേസ്, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. അപ്പം അച്ഛന്മാർക്ക് എന്നെക്കാളും നല്ലോണം അറിയാം, ദ ഗ്രീക്സ് ബിലീവ്ഡ് ദാറ്റ് ദ യൂണിവേഴ്സ് ഹാസ് എ റാഷണൽ മോറൽ structure, the order of nature, which they called logos. And they believed that the telos, or the purpose of life, is to understand logos. So when John says that Christ is logos, what he means to say is that the meaning of life according to the Bible, that is not any abstract rational thought or principle. The meaning of life is one human being, one person who walked the surface of this earth. So the telos to our life is understanding Jesus. മൂന്നാമത്, again the word says, the word became flesh. അപ്പം ജീസസ് ആസ് ദ ഇൻകാർണേറ്റ് വേർഡ് ഓഫ് ഗോഡ്. അത് ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ജീസസ് ഷോഡ് us how God is. ഗോഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസറേ ഉള്ളൂ, ഗോഡ് ഈസ് ലൈക്ക് ജീസസ്. And Jesus is God speaking to us in the person of one human being. നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഉദ്ദേശം, എനിക്ക് തോന്നുന്നു ഏത് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഉദ്ദേശവും is to grow close to God. So Christian faith, what we are trying is to know God the Father better, to grow intimate with Him, to develop a personal relationship with Him. അതാണ് നമ്മുടെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഉദ്ദേശം. If that is the case, then Jesus is the way and the only way. കാരണം ബൈബിൾ ക്ലിയർ ആയിട്ട് പറയുന്നു, Christ is the only representation of the divine person of the Father. He is the only representation of the nature of God. വചനങ്ങൾ ഒരുപാടുണ്ട്. Hebrews 1:3 says, Christ is the radiance of the glory of God and the exact imprint of His nature. Again, Colossians 1:15 says, Jesus is the image of the invisible God. അങ്ങനെ നോക്കുമ്പോൾ Christ as the representation of God to us is the foundation of the Christian faith. It is a rock on which the church is built, and it is also the hope of salvation that we carry. അപ്പം in His human form, Jesus represents God to us. That is how we understand, and that is important because God is abstract. God is infinite. ദൈവം എന്ന് പറയുന്ന ഇൻഫിനിറ്റിയെ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫൈനൈറ്റ് ഹ്യൂമൻ മൈൻഡിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പോലും പറ്റാത്തത് കൊണ്ട് ജീസസ് മെയ്ഡ് ദി ആബ്സ്ട്രാക്ട് ഇൻ ടു കോൺക്രീറ്റ്. ഹി മെയ്ഡ് ദ ഇൻഫിനിറ്റ് ഫൈനൈറ്റ്, ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഈസ് ഓൺലി ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കണ്ടംപ്ലേറ്റിംഗ് ജീസസ്, ഇറ്റ് ഈസ് ഓൺലി ത്രൂ ഇമാജിനിങ് ക്രൈസ്റ്റ് that we can understand God and try to live in His presence. വചനം ഒന്ന് നോക്കിയാൽ again it says, to those who are called, both Greeks and Gentiles, Christ is the power of God and the wisdom of God. 1 Corinthians 1:24. ചുരുക്കി പറഞ്ഞാൽ ജീസസ് is that light that we have been given to see God better. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും രണ്ടുപേരും പറയുന്നത്, God has called us out of darkness into His marvelous light, and that light has become the light of all men. ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മളെ അന്ധകാരത്തു നിന്ന് വിളിച്ചിറക്കി ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു, so that through Christ we can understand God. So Jesus as the self expression of the Father, that is the mystery and truth of the gospel that we preach and we are trying to follow. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. Being a Christian means finding the center of our faith in Jesus Christ, finding the reason, the meaning, the truth, നമ്മുടെ logic, everything of our faith in Christ Jesus. Following Christ is the first real decision that a Christian has to make, and that decision changes everything. അപ്പം നമ്മൾ ചോദിക്കും, അതിത്ര പറയാനുണ്ടോ? ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഫോളോയിങ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റുഡാണ്, പക്ഷേ അത്ര അങ്ങോട്ട് ലോജിക്കലി കണക്റ്റഡ് അല്ല. ക്രിസ്ത്യൻ ആയതുകൊണ്ട് മാത്രം ക്രൈസ്റ്റിനെ പിൻപറ്റുന്നു എന്നില്ല, അത് നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആവും. സോ ബൈ ഫോളോയിങ് ക്രൈസ്റ്റ് മീൻസ് ദാറ്റ് ബിലീവിങ് വാട്ട് ഹീ ബിലീവ്ഡ് ഇൻ, treating people as He treated them, praying as He prayed, giving importance to what He considered important, caring for things that mattered to Him,
seeing the world as he saw it. Turning Jesus not into a mere icon to venerate, but seeing him alive, seeing him up close, feeling the heat of his passion for God and humanity, trying to understand his deepest insights and his message. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനെ പിൻപറ്റാൻ തീരുമാനിക്കുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി ലൈക്ക് ലിവിങ് അവർ ഫെയ്ത്ത്, സ്റ്റാർട്ടിങ് ടു ലിവ് അവർ ഫെയ്ത്ത് ഓൾ ഓവർ അഗൈൻ. So finding a live and real connect to Jesus is to a real and living Jesus is what gives meaning to our Christian faith. ഈ അവസരത്തിൽ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്, നമ്മൾ സിനിമ ചെയ്യുന്ന പോലെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കും കൂടെ ഐ വിൽ ഡു, ലൈക്ക് കട്ട് ടു ദ പാസ്റ്റ്. അച്ഛന്മാർക്ക് എന്നെക്കാളൊക്കെ നല്ലോണം അറിയാവുന്ന സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് തോറ. തോറ ഈസ് ദ സ്റ്റോറി ഓഫ് ഗോഡ്സ് attempt to partner with man in ruling this world. അതായത് ജനസിസ് ഗാർഡൻ ഓഫ് ഈഡൻ, അവിടെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി in his image, put him as his representative on earth, and God wanted him to partner with God in ruling the world. Ruling the world in God's definition is bringing more and more goodness out of the good world that he created. അതുകൊണ്ടാണ് ജനസിസിൽ ഗാർഡനിങ്ങിൻ്റെ ഒരു മെറ്റഫർ കാണുന്നത്. അതായത് ഗാർഡനിങ് മീൻസ് ഗ്രോയിങ് ഫുഡ്, ഗ്രോയിങ് ഫാമിലീസ്, ഗ്രോയിങ് കമ്മ്യൂണിറ്റീസ്. മനുഷ്യർക്ക് തോന്നി വെറുതെ ഗോഡിൻ്റെ പാർട്ട്ണറായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ബി ജസ്റ്റ് ഗോഡ്സ് പാർട്ട്നേഴ്സ്. വിൽ ക്രിയേറ്റ് എ വേൾഡ് ഓൺ അവർ ഓൺ ടേംസ്. ആ ചോയ്സും ദൈവം തന്നെയാണ് കൊടുത്തിരുന്നത്. ഹി സെഡ് യു ക്യാൻ യൂസ് യുവർ അതോറിറ്റി ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്, വിച്ച് ഈസ് ഗോഡ്സ് ഡെഫിനിഷൻ ഓഫ് ഗുഡ്നെസ്, ഓർ യു ക്യാൻ ഡിഫൈൻ ഗുഡ് ആൻഡ് ഈവിൾ ഫോർ യുവർ സെൽസ് ഫോർ യുവർ ഓൺ അഡ്വാൻറ്റേജ്. Falling for the deception of the beast, man chose the latter, and that is how Christ banished him from God banished man into the realm of the beast. അപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അസുഖം ചോദിക്കുമ്പോൾ ഡോക്ടർ ഒരു ഡയഗ്നോസിസ് പറയും, നിങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ബിബ്ലിക്കൽ ഡയഗ്നോസിസ് ഫോർ അവർ ഹ്യൂമൻ കണ്ടീഷൻ ഇസ് ബ്രോക്കൺ പാർട്ട്ണർഷിപ്പ്. The reason why we are stuck in a world of disease and death and decay, അതിൻ്റെ ബൈബിൾ പറയുന്ന diagnosis is that it is because of broken partnership with God. Now, God doesn't give up. He tries to again rebuild that partnership by choosing a small group of people and entering into a covenant relationship with him. ഒരു ഉടമ്പടി. A small group of people we know was Israel, the rescue plan. ഇസ്രായേലിന് കൊടുത്ത ഒരു മാൻഡേറ്റ് എന്താണ്? You live as a people who first of all, obey a set of laws, be a community of God's partners on this earth, and be blessed. പക്ഷേ ആ പറഞ്ഞത് ഇസ്രായേലിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി മാത്രമല്ല. They were live as a people who represent God to the rest of this world. ഇസ്രായേലിനോട് ഒരുപാട് കാര്യങ്ങൾ ദൈവം പറഞ്ഞു, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, വിഡോസിനെയും ഓർഫൻസിനെയും റെഫ്യൂജീസിനെയും ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഈ പറഞ്ഞ റൂൾസ് എല്ലാം കൊടുത്തത് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല. They were meant to be a people who represent God to the rest of this world and so become a medium of blessing to the whole of mankind. പക്ഷേ Israel also broke the covenant. അപ്പം എന്നിട്ട് then we see the prophets talking about how God is again going to restore the partnership through a new covenant. And they said that one human being will come who will not give in to the beast. We see prophet Daniel. Daniel's പുസ്തകത്തിൽ കാണുന്നു, there is a vision in which Daniel says, the Son of Man riding in on the clouds and sitting on the throne next to God. ദൈവത്തിൻ്റെ അടുത്ത് ഒരു സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഒഴിഞ്ഞു കിടക്കുന്ന സിംഹാസനത്തിൽ വന്ന് ഒരു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. So that is a symbol of restoring the partnership. So Jesus came as the one who fulfills all the earlier covenants that God made. The covenant with Noah, with Abraham, with Jacob, with David. എല്ലാ ഉടമ്പടികളെയും ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് ജീസസ് വന്നത്. ഫ്രം ദ ഫാമിലി ഓഫ് Abraham, the line of David, the faithful Israelite. He came as the fulfillment of the Torah and the prophets. ദൈവത്തിൻ്റെ ആ ആദ്യത്തെ പദ്ധതി ഉണ്ടല്ലോ, മനുഷ്യരോട് കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്യണം to rule the world. Jesus was taking that project forward by showing how to be human and still be righteous. How to be human and still live by God's wisdom. A bold and beautiful vision of human life as God had wanted it to be. That is what Jesus showed us.
He came as the truly human one. ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് വന്നിട്ട്, the truly human one who confronted and overcame the beast. പക്ഷേ to overcome the beast, he did not use the weapons of the beast. അതായത് പോരും പടയാളികളും ബോംബും ഒന്നുമായിട്ടല്ല ജീസസ് ബീസ്റ്റിനെ ഓവർകം ചെയ്തത്. He overcame the beast using the tools that God gave, which is self-giving love, humility and sacrifice. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജീസസ് ഇസ് ഗോഡ് become man, and God had to do that in order to become the faithful covenant partner that we are all made to be, but we couldn't be. നമ്മളെല്ലാവരും ദൈവത്തുമായിട്ട് ഉടമ്പടിയുടെ പാർട്ട്ണറാണ്, പക്ഷെ നമുക്കത് പറ്റാത്തത് കൊണ്ട് God himself came down to be his own covenant partner in the form of Jesus. And Jesus is God and humanity become one, so as to restore mankind to its lost calling. And what is that lost calling? To rule the world as God wanted us to rule the world. Jesus showed how to truly rule the world, not by signs of kingship, അതായത് അതോറിറ്റിയുടെ സിംഹാസനവും സെപ്റ്ററും പിടിച്ചിട്ടല്ല. He ruled the world by making himself a servant to the world. He showed us a new way to be human. And to be human means to be the image of God. കാരണം ഇത് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് സ്വന്തം സാദൃശ്യത്തിലാണ്, സ്വന്തം ഇമേജിലാണ്. So Jesus again showed us how to be truly human, which means to be truly an image of God. And through Jesus, God is again giving us a way to enter into a renewed partnership with him by joining the new covenant family. ഇനി പുതിയ ഉടമ്പടി ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൻ്റെ ഉടമ്പടിയിൽ കൂടി നമ്മൾ പുതിയ കവനന്റ് ഫാമിലിയിലേക്ക് പ്രവേശിക്കുന്നു. and therefore we again get a right to partnership with God. അതുമാത്രമല്ല, through the new covenant family we also get a right back to eternal life. ഞാൻ എന്തുകൊണ്ടാണ് back to eternal life എന്ന് പറഞ്ഞത്? because eternal life is what we had in Eden. നിത്യജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഈഡനിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സാധനമാണ്, where heaven and earth was one and man was walking with God. And through Jesus we can again be with God as the new man, the new creation, and we can again walk with God in the reunited heaven and earth which will come at the end of times, the new Eden. അപ്പോൾ അങ്ങനെ നോക്കുമ്പം all of human history is a journey back to Eden. നമ്മൾ ഈ ചെയ്യുന്ന സ്പിരിച്വൽ എക്സസൈസ് മുഴുവനും the history is a journey back to Eden. Finally, ഈ പുതിയ ഇസ്രായേൽ ആരാണ്? Who is the new Israel? The new Israel is Jesus Christ. ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജോഗ്രഫി അല്ല, ഒരു സോഷ്യോളജിക്കൽ ഗ്രൂപ്പ് അല്ല, ഒരു ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റി അല്ല. ഇസ്രായേൽ ടുഡേ ഇസ് ജീസസ്, ആൻഡ് ഓൾ ഓഫ് us in him we are also Israel. നമ്മളാണ് ആ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who are in a covenant relationship with God, who are meant to carry the good news of God's kingdom and to invite people to enter into the new covenant family and therefore into the new creation. അപ്പം ഇതുവരെ now the ഇത്രയും നമ്മൾ പറഞ്ഞ മൂന്ന് മെയിൻ കാര്യങ്ങളാണ്. ജീസസ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊന്നും പുതിയതില്ല. ജീസസ് ആസ് ദ സൺ ഓഫ് ഗോഡ്, ദ ഇൻകാർണേറ്റ് വേർഡ് ഓഫ് ഗോഡ്. ജീസസ് ആസ് ദ സൺ ഓഫ് മാൻ ഓർ ദ ന്യൂ ആഡം. ജീസസ് ആസ് ദ ന്യൂ ഇസ്രായേൽ ഓർ ദ ഹെഡ് ഓഫ് ദ ചർച്ച്. ഇനി നോക്കണ്ടേ, വാട്ട് വാസ് ജീസസ് ഡൂയിങ്? അതും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജീസസ് പ്രീച്ച്ഡ് ദ ഗോസ്പൽ, ദ evangelion, the good news. What was the good news that Jesus preached? That the kingdom of God and the reign of God has already come into this world. യേശുവിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഉൾപ്പെടെ, അവർ പ്രസംഗിച്ചത് പെനിറ്റൻസിനെ പറ്റിയാണ്, calling people to repent. But unlike the earlier prophets, Christ did not call to repentance. Instead, he welcomed everybody to enter the kingdom of God. He said, seek after the kingdom and its justice. And he not only invited, he also showed them how to enter the kingdom, how to move from a conventional religion to a life centered on God's reign. കാരണം സ്വർഗരാജ്യം നമ്മുടെ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞു. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? അത് യേശു പറഞ്ഞു കൊടുക്കുക മാത്രമല്ല,
He incarnated the reign of God in our midst. നമ്മുടെ മുമ്പിൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിച്ചു കാണിച്ചു. By accepting the last, reaching out to the least. So the good news that Jesus preached is that God, ഒരു supreme dominant figure detached from man Allah, he is the best friend of humanity. God is someone who so loved us that he was incarnated in the Son of Man to redeem the human condition. That God wants abundant life for all his children beginning from the last. ഇതാണ് ജീസസിന്റെ ഗുഡ് ന്യൂസ്. ആൻഡ് ടു പ്രീച്ച് ദാറ്റ് ഗുഡ് ന്യൂസ് ഹി ഡിഡ് നോട്ട് ഫൗണ്ട് എനി ന്യൂ റബൈനിക്കൽ സ്കൂൾ. അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് റബൈസ് ജീസസിന്റെ കാലത്തും അതിനു മുമ്പും ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായിട്ട് ഒരു പുതിയ റബൈനിക്കൽ സ്കൂൾ ഫൗണ്ട് ചെയ്യാൻ നിൽക്കാതെ വാട്ട് ജീസസ് ഡിഡ് വാസ്, ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടിച്ചേർത്തു. അവരാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഹി പുട്ട് ടുഗെദർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആൻഡ് ദേ വർ സ്മോൾ ആൻഡ് മോഡസ്റ്റ് ലൈക്ക് മസ്റ്റർഡ് സീഡ്. കടുവണി പോലെ ചെറിയ ഒരു സംഘം ആൾക്കാർ, ബട്ട് വിത്ത് ട്രാൻസ്ഫോമിംഗ് പവർ ലൈക്ക് ഈസ്റ്റ് ഇൻ ദ ഡോ. ഈസ്റ്റ് പോലെ ട്രാൻസ്ഫോമിംഗ് പവറുള്ള ഒരു സംഘം ആൾക്കാർ. ആൻഡ് വാട്ട് ഇസ് എ മാൻഡേറ്റ് ഹി ഗേവ് ദം? ഹി സെഡ്, യു ഹാവ് ടു ബി എ സിംബൽ ഓഫ് ഗോഡ്സ് ലവ് ഓൺ ദിസ് എർത്ത്. അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് റെയിൻ ഓഫ് ഗോഡ്, സ്പ്രെഡ് ദ റെയിൻ ഓഫ് ഗോഡ് ബൈ ഷെയറിംഗ് ആൻഡ് ഷോയിങ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ്. ദൈവരാജ്യം മനുഷ്യർ നമ്മുടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞു എന്ന് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ് അത് നിങ്ങൾ ഉൾക്കൊള്ളുകയും അത് ജീവിച്ച് കാണിക്കുകയും ചെയ്യുക മനുഷ്യരെ. ഈ ടാസ്കോട് കൂടിയാണ് ദൈവം അപ്പോസ്തലന്മാരെ ക്രിസ്തു തിരഞ്ഞെടുക്കുന്നത്. സോ ഹിയർ വി കം ടു ദി അപ്പോസ്തോലിക് ലൈഫ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അപ്പോസ്തോലിക് ലൈഫ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ആദ്യം പറഞ്ഞ പോലെ ABCD പോലത്തെ കാര്യങ്ങളാണ്. ഇനി നോക്കുന്നത് ഈ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് ലൈഫ്, കിങ്ഡം വാല്യൂസ്. What Jesus said are the values of God's kingdom. ആ ഗ്രൂപ്പിൽ ഒന്നാമത്, the relationship to God changed. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ദൈവത്തിനോടുള്ള റിലേഷൻഷിപ്പ് മാറി. God is no longer king. Now God is the Father. The relationship is defined not in terms of the culture of the empire, but it is defined in terms of a family. It is a family of followers. God the Father and those men and women who are following Jesus, they are now brothers and sisters of Jesus Christ, and everybody has equal access to the Father. അവിടെ റാങ്ക് ഇല്ല, ക്ലാസ് ഇല്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. The followers of Jesus themselves come from the least significant section of Galilean society. നമുക്കറിയാം, people without any land, any honor. പക്ഷെ അവരോടും ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? To live with equal dignity. And he told them that ദൈവത്തിലേക്കുള്ള വഴി എല്ലാവർക്കും they have equal access. Second thing, ഒരു ഫീച്ചർ, the Jewish societyയുടെ ഒരു മാർജിൻസ് ഉണ്ട്, the social margins of the Jewish society. Jesus flipped it. നമ്മളൊരു ഉടുപ്പൊക്കെ എടുത്ത് തിരിച്ചിടുന്ന പോലെ അതേ ഒരു ലാഘവത്തോടെ യേശു അന്നത്തെ സമൂഹത്തിൻ്റെ ആ വരമ്പുകളെയൊക്കെ തിരിച്ചിട്ടു. Greatness in Jewish society was defined or measured by the degree of authority. പക്ഷേ in Jesus society, greatness is a factor of service to others. അതുകൊണ്ടാണ് the place of distinction, നമ്മളിവിടെ അധികാരി, നേതാവ് എന്നൊക്കെ പറയുന്ന പോലെ, the place of distinction was held by the slave, because the slave is the one who serves the maximum number of people. And ക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് ഒരു കുറച്ചു മണിക്കൂർ മുമ്പ് പോലും he tried to remind this to his disciples by washing their feet. കാല് കഴുകിയത് അവരെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് സ്ലേവിനാണ്. And the men and women who followed Jesus, he wanted them വെറുതെ കൂടെ നടന്നാൽ പോരാ, to live as I do. And how is that? By living and moving in the margins of society with people of no material security. നമുക്ക് അച്ഛന്മാർക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാഗമുണ്ടല്ലോ, when Jesus is sending out the disciples to preach the kingdom, രണ്ട് പേരായിട്ട് അവരെ പറഞ്ഞു വിടുന്ന ഒരു ഭാഗമുണ്ട് സുവിശേഷത്തിൽ. അന്നേരം യേശു അവരോട് പറയുന്നത് എന്ത് കൊണ്ടുപോകണമെന്നല്ല പറയുന്നത്, എന്ത് എടുക്കാതെ പോകണമെന്നാണ് പറയുന്നത്. He tells his disciples what not to carry. Why?
so as not to be separated from the last and from the least. എന്നാൽ മെറ്റീരിയൽ ഇൻസെക്യൂരിറ്റി ഉള്ളപ്പോൾ തന്നെ he wanted his chelas, his followers, also to learn to live with complete security. അതെവിടുന്ന് വരുന്നു? ആ സെക്യൂരിറ്റി എവിടുന്ന് വരുന്നു? That security draws only on trust in God's care, in the knowledge, the peace and assurance that our Father will provide for all our needs. അതായത് ഞങ്ങളൊക്കെ we so provide for ourselves that we hardly give God a chance to do anything. പക്ഷേ when you seek after the kingdom of God, life is meant to be sustained by trust in God's care and his provisioning. അപ്പം നമ്മുടെ ഈ സംഘം അപ്പോസ്തലന്മാരും യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും പാവപ്പെട്ടവരായിരുന്നു. കാരണം ഗോഡ് പ്രൊവൈഡഡ് ഫോർ ദെയർ നീഡ്. പക്ഷേ റിച്ചസ് ഒന്നും അവർക്കില്ല. നാളത്തെ ഭക്ഷണമോ ഒരു എക്സ്ട്രാ ഉടുപ്പോ കിടക്കാൻ ഒരു സ്ഥലമോ പോലും ഇല്ലാത്ത ആൾക്കാർ. പക്ഷേ വലിയൊരു സന്തോഷം അവരുടെ മുഖത്തുണ്ട്. They were marked by joy. If somebody were to ask us what is the most defining feature of the disciples of Christ, we will have to say joy. കാരണം എപ്പോഴും സംസാരിക്കുകയും ചിരിക്കുകയും ഒരു ഭക്ഷണം കഴിക്കുകയും പലരും ചോദിക്കുകയും ചെയ്ത് ഇവർ ഇത്രയും സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്താ? Because they had found the hidden treasure, the presence of God's kingdom in their midst, the fact that God is so near, and the fact that God is good news not only to the religious but also to the lost. ആ സന്തോഷമാണ് അവരെ നടത്തിയത്. Again, ഈ അപ്പോസ്തോലിക ജീവിതത്തിൽ ജീസസ് ടച്ച് ചെയ്ത ഒരു കാര്യമുണ്ട്. when he was speaking to Israel, the concept of identity. Israel was very particular about their identity as a people of God. അവർക്ക് ദൈവത്തിൻ്റെ സമൂഹം എന്നുള്ള രീതിയിൽ അവരുടെ ഐഡൻറ്റിറ്റിയെ പറ്റി they were very careful. അതായത് റിച്വൽ പ്യൂരിറ്റി. They had a list of exclusions, a list of don'ts. അതായത് ഇത് ചെയ്യരുത്, അത് കഴിക്കരുത്, ഇത് ഇടരുത്, അവിടെ പോകരുത്, ഇന്നാടൊരു മിണ്ടരുത്, ഇത് കാണരുത്. ഈ ഒരു ലിസ്റ്റ് ഓഫ് ഡോൺസ് ആൻഡ് എക്സ്ക്ലൂഷൻ ആൻഡ് റിച്വൽ പ്യൂരിറ്റി കൂടെയാണ് അവർ അവരുടെ ഐഡൻറ്റിറ്റിയെ ഡിഫൈൻ ചെയ്തത് ആസ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ജീസസ് സെഡ് ദി ഓപ്പോസിറ്റ്. ഹി സെഡ് the true identity of Israel does not consist in excluding the pagan, the sinner, or the impure. The true identity of Israel does not lie in separating oneself like the Pharisaic sectors did, or in isolating oneself like the Qumran monks. അച്ഛന്മാർക്ക് അറിയാം, Qumran ഡെസേർട്ടിലെ മോങ്സ് ഉണ്ടായിരുന്നല്ലോ, the Essenes, who were living for the അവരുടെ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ ഡെസേർട്ടിൽ താമസിച്ചു. സോ ജീസസ് സെഡ് നോ, ദ ട്രൂ ഐഡൻറ്റിറ്റി ഓഫ് ഇസ്രായേൽ ലൈസ് ഇൻ അക്സെപ്റ്റൻസ്, നോട്ട് ഇൻ സെപ്പറേഷൻ, നോട്ട് ഇൻ എക്സ്ക്ലൂഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർഗരാജ്യം കൊച്ചുകുട്ടികളുടേതാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ബിലോങ്സ് ടു ചിൽഡ്രൻ. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പം ഇന്നോസെൻസ്, കൊച്ചു പിള്ളേർ. പക്ഷേ ഈ കേസിൽ അതല്ല. Children represent the most vulnerable section of Galilean society. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ ടീനേജ് ആകുന്നതിന് മുമ്പേ തന്നെ മരിച്ചു പോകായിരുന്നു because of acute poverty and lack of quality of life. Likewise, the beggars, the people who are forever hungry. So in the presence, Jesus പിള്ളാരോട് എന്താ ചെയ്തത്? He welcomed them, embraced them, blessed them. And the beggars and the dispossessed also, for the first time, they felt that God is our Father too. God is our defender too. അതുപോലെ the sinners, prostitutes, അതുപോലെ മറ്റ് undesirables of society, when they sat and ate with their friend Jesus Christ at the same table, for the first time, a faith awoke in them in the forgiving love of their Father. അതുപോലെ സ്ത്രീകൾ, ഇന്നുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു ഡിഗ്നിറ്റി അവർക്കും കിട്ടി. കാരണം യേശു നിന്ന് അവരോട് സംസാരിച്ചു, കൊണ്ട് നടന്നു, അവരോട് കൂടെ കഴിച്ചു, സ്പോക്ക് വിത്ത് ദം, ലാഫ്ഡ് വിത്ത് ദം, ജോക്ഡ് വിത്ത് ദം, സ്പോക്ക് ടു ദം ആസ് ഈക്വൽസ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ജീസസ് വാസ് ആക്റ്റീവ്ലി ചേസിങ് ആഫ്റ്റർ പീപ്പിൾ അറ്റ് ദ മാർജിൻസ്. തിരഞ്ഞു പിടിച്ചുകൊണ്ട് വരികയാണ് അവരെ. സോ ജീസസ് വാസ് നോട്ട് അക്സെപ്റ്റിംഗ് ദ സിസ്റ്റംസ് ഓഫ് ഇനിക്വാളിറ്റി ഇൻ ദ ജൂയിഷ് സൊസൈറ്റി ദറ്റ് ഹി ഫൗണ്ട് അറൗണ്ട് ദം. അതായത് നമ്മൾ ഒരുപാട് ഗുരുക്കന്മാരെ പോലെ ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നല്ല ശിഷ്യന്മാരോട് പറഞ്ഞത്.
വാട്ട് ഹി ഡിഡ് വാസ്, മാത്രമല്ല നമ്മളെപ്പോഴും ജീസസിനെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, പ്രിൻസ് ഓഫ് പീസ്, ഒരു പ്രാവിനെ പോലെ, ഒരു പീസ്ഫുൾ. പക്ഷെ അങ്ങനാണോ? I think Jesus was a true rebel leader. He straight away broke through to the center. He went after people at the margins and centered them. കാരണം യേശു പറഞ്ഞത്, no law that comes from God can stop the sick from being healed or the hungry man from fulfilling his hunger, because God the Father wants a life of love and dignity for everybody. അടുത്ത കാര്യം, റെസ്പോൺസ് ടു കോൺഫ്ലിക്റ്റ്. നമ്മൾ അറിയാം, Jews, the entire nation was waiting for a great messianic king to come and liberate them. ഇന്നും അവർ വെയിറ്റ് ചെയ്ത് തന്നെയാണ്. അപ്പം Jesus also grew up with the same story, I'm sure, that a Messiah is going to come. But Jesus could not believe in a messenger of God, a Messiah who will come and wage war with the Romans. ദൈവം പറഞ്ഞു, ഒരു മെസ്സായ വന്ന ഇങ്ങനെ യുദ്ധം നടത്തത്തില്ല. കാരണം he knew his father and his father is love. Romans. The coming of God cannot be an act of violence and destruction. അതായത് ഈ കുമ്രനിലെ മങ്സിനെയോ അല്ലെങ്കിൽ അപ്പോകാലിപ്റ്റിസ്റ്റിനെയോ അല്ലെങ്കിൽ സെലറ്റ്സ്, അതായത് കടാരയുമായിട്ട് നടന്ന സെലറ്റ്സിനെയോ ഒന്നും ജീസസ് could not understand any of them, because he said the love of God, the kingdom of God is organized around compassion and love, not around violence. അതുകൊണ്ട് Jesus did come to liberate. He came as the Messiah, but not by killing the Romans, but by killing himself, by giving himself up to free Israel from the bondage of the beast. Not the bondage of Romans, but the bondage of the beast, which is what really matters, and to take them into the kingdom of God, into the reign of God. And in turn, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, in turn, Jesus expected Israel also to do the same. Not to wage war, but to, like their heavenly Father, to love, to seek the good of everybody and become a medium of blessing to the whole world, including the Romans. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ യുദ്ധമൊക്കെ കാണുമ്പോൾ ബിബ്ലിക്കലാന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ബിബ്ലിക്കൽ ആവുന്നത്? Because God wanted Israel to be like him, and to seek the good of everybody and become a medium of blessing. അപ്പം നമ്മൾ ഈ കത്തിയും കടാരയും ബോംബും ഒക്കെ എടുത്തുള്ള യുദ്ധം, in which we kill children and orphans and widows, ഇതിനകത്ത് ബിബ്ലിക്കൽ ഒന്നുമില്ല. It is just genocide. Jesus presented a new response to conflict, in which he said that ഒരു adversarial situation വരുമ്പോൾ you take control of that situation. How? By throwing your enemy off balance. But how do you do that? Not by giving him a blow on the cheek, but through an unexpected act of friendship and grace. നമുക്ക് രണ്ട് ഇംഗ്ലീഷിൽ സേയിങ്സ് ഉണ്ടല്ലോ, walking the last mile with somebody, showing the other cheek. ഇതെല്ലാം യേശു പറഞ്ഞു തന്നാണല്ലോ. ഗാന്ധിജിയുടെ ഫിലോസഫിയും ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങളായത്. റോമാക്കാരൻ സോൾജർ പറയും, വെയിറ്റ് എടുത്തോണ്ട് 1 കിലോമീറ്റർ നടക്കുക. അപ്പോൾ ഒന്നും കൂടെ അങ്ങ് നടക്കുക. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി എന്ത് ചെയ്യും? ഒരു ചകിട്ടത്ത് അടിക്കുന്നവനെ മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? So Jesus taught them to respond with dignity to conflict, but within the values of the kingdom of God. How to take control of conflict. Again, അടുത്തത് ലോ എന്ന് പറഞ്ഞൊരു കാര്യം. നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ളൊരു കാര്യമാണ് നിയമം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് ലോസ്, ഒരു ദൈവികമായ നിയമം. ജീസസ് അപ്രോച്ച് ഹാഡ് എ സ്ലൈറ്റ്ലി സബ്വേഴ്സീവ് എഡ്ജ്. എന്ന് വെച്ച് ജീസസ് ലോ തല്ലി തകർക്കാനൊന്നും അല്ല വന്നത്. ഹി ഹിംസെൽഫ് ബിലോങ് ടു ദ ബെസ്റ്റ് ഓഫ് ദ ജൂയിഷ് ട്രഡിഷൻ. ആൻഡ് ഹി സെഡ്, ഐ ഹാവ് കം നോട്ട് ടു ഓവർടേൺ ദ ലോ, ബട്ട് ഐ ഹാവ് കം ടു ഫുൾഫിൽ ദ ലോ. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. സിൻസ് ജീസസ് ഹാസ് ഫുൾഫിൽ ദ ലോ, he says, now you move beyond the law. Now you go beyond law-centered religion into a life centered on God's reign. ദൈവരാജ്യത്തിൽ അധിഷ്ഠിതമായ ഒരു റിലിജനിലേക്ക് പോകുക, not on a law-centered one. And that needs a new response. It needs a new ethic. It needs a new heart which goes beyond the law. അതിൻ്റെ കാര്യം കൂടെ യേശു പറഞ്ഞു. He said, your Father in heaven, His love covers all.
His compassion is unconditional. പിതാവായ ദൈവത്തിൻ്റെ compassion covers everybody, both the righteous and the unrighteous, both the faithful and the unfaithful, both the sinner and the saint, both the Jew and the Gentile. അതുകൊണ്ട് ജീസസ് പറഞ്ഞു, നിങ്ങളും പിതാവ് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളും love your enemy, forgive those who sin against you, and seek out the lost and help the needy, so as to be worthy of your heavenly Father. So if we don't kill, we are fulfilling the law. But if we have aggression against our brother, then God will not reign in us. Aggression against our brother എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന വ്യക്തി, അടുത്തിരിക്കുന്ന ആളിനെ കുറിച്ച് ഇച്ചിരെങ്കിലും നമുക്ക് ദേഷ്യമോ വിഷമമോ എൻവിയോ ജലസിയോ ഉണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ അകത്തില്ല എന്നാണ് ക്രൈസ്റ്റ് നമ്മളോട് പറഞ്ഞത്. Then he said, if you love your friend, you are obeying the law. But it is when you love your enemy that God reigns inside of you. So this demands an ethic, a response which goes beyond the law. അപ്പോൾ നമ്മൾ ഇതുവരെ കാണുന്നത് സ്വർഗരാജ്യം എന്ന് പറയുന്നത്, the reign of God demands a counter culture. It demands a new thinking which we can call the upside down kingdom. ഒരുപാട് തിയോളജിയൻസ് അങ്ങനെയാണ് അതിനെ വിളിച്ചിട്ടുള്ളത്, upside down kingdom. നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതിൻ്റെ നേരെ തിരിച്ച്. ജീസസ് ആസ് ദ പ്രോഫറ്റ് ഓഫ് ദ റെയിൻ ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ ഏക പ്രോഫറ്റ് എന്ന നിലയ്ക്ക് ജീസസ് പ്രസന്റഡ് ലവ് ആസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദാറ്റ് കിങ്ഡം. He said love is the only currency that pays in the country. അവിടെ വേറെ ഒന്നും കൊണ്ടുപോയാൽ നടക്കത്തില്ല. And Jesus drew an intimate and unbreakable connection between two key precepts of the Jewish tradition. One was love of God and one was love of neighbor. തിരുമേനി എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ലവ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ജ്യൂസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എവറി മോർണിംഗ് ആൻഡ് നൈറ്റ് ദേ റിസൈറ്റഡ് ദ ഷേമ. Hear, O Israel, the Lord is God, the Lord is one. Love the Lord your God with all your heart, with all your soul and with all your might. This they recited every morning and evening. അതുകൊണ്ട് love of God they knew. Love of neighbor is a commandment in the book of Leviticus. By adding and equating the two, Jesus gave a radical new law. Jesus പറഞ്ഞത് the first commandment is the greatest, but the second is like unto it. ആൻഡ് ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് അതൊരു ചെറിയ ശബ്ദമാണ്, പക്ഷേ അതിന് വലിയൊരു അർത്ഥമുണ്ട്. കാരണം ഇത് രണ്ടും ഒന്നാണെന്നാണ് പറഞ്ഞത്. സോ ബൈ ലവ് ഓഫ് ഗോഡ് ആൻഡ് ലവ് ഓഫ് നെയ്ബർ, ജീസസ് സെഡ്, ഈസ് ദ സിന്തസിസ് ഓഫ് ദ ലോ. ഇറ്റ് ഈസ് ദ സുപ്രീം പ്രിൻസിപ്പിൾ ഓഫ് ദ കിങ്ഡം ആൻഡ് ഇറ്റ് ഈസ് ദ സെൻട്രൽ വാല്യൂ ഓൺ വിച്ച് ഓൾ അതർ വാല്യൂസ് ആൻഡ് മോറൽസ് ആർ ബിൽറ്റ്. It is the touchstone on which we can gauge a kingdom principle. ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ മതി. നമ്മൾ ഈ ഗാന്ധിജിയുടെ ടാലിസ്മാൻ എന്ന് കേൾക്കുമല്ലോ. What does he say? Whenever you are in doubt about where anything comes from is of use to the people, then look and see whether it serves the last man or not. So likewise, love of God and neighbor, Jesus said, is the touchstone on which you can see whether it is a kingdom principle or not. What he said, ഞാനൊരു കൊട്ടേഷൻ എഴുതി വെച്ചു, അത് കാണുന്നില്ല, അത് ഞാൻ ലാസ്റ്റിൽ എനിക്ക് ഓർമ്മ വന്നോളൂ, അന്നേരം പറയാം. Jesus said that there is no sacred place where you can encounter God alone, away from his people. He said that you cannot worship God in the temple and not see the suffering of people outside, because the two are the same and one is incomplete without the other. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത്, God is not looking for purity or ritual purity and penance, nor is Jesus inviting just the sinner back to the law. നമ്മൾ ഒരുപാട് തവണ ഇപ്പോഴും നമ്മളൊക്കെ അതായത് ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റീസിലായാലും പ്രസംഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പാപികൾ അനുദപിക്കുക, കം ബാക്ക് ടു ദ ലോ. പക്ഷേ ജീസസ് വാസ് നോട്ട് കോളിംഗ് ഓൺലി ദ സിന്നേഴ്സ് ടു കം ബാക്ക് ടു ദ ലോ. Surprisingly and shockingly, he was calling everybody,
both the righteous and the unrighteous, both the faithful and the unfaithful, everybody to come and enter the kingdom of God. കാരണം ജീസസ് പറഞ്ഞു രക്ഷയുടെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. Everybody needs a new heart, because to enter into the kingdom of God, to the dynamic of the kingdom, you need the new kingdom of God, you need a new heart. A heart that puts God on the throne. A heart that is willing to obey God at the deepest level. And ആ ഹാർട്ട് എല്ലാവർക്കും വേണം, നല്ലവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും വേണം. And in this, and there we are obeying God not out of fear of law. അതായത് ന്യായവിധിയെ പേടിച്ചിട്ടോ നിയമത്തെ ഭയന്നിട്ടോ അല്ല നമ്മൾ ദൈവത്തെ പിൻപറ്റുന്നത്. We follow him as sons and daughters of the Most High. We try to be like our Father, to be good as like our Father, so as to be worthy of our Heavenly Father. അപ്പോൾ what we see, ഇതിനകത്തും ജീസസ് ആണ് നമ്മുടെ മോഡൽ. പക്ഷേ ദൈവം സഹായിച്ച് ജീസസ് മോഡൽ മാത്രമല്ല, ജീസസ് ഇസ് ഓൾസോ അവർ സേവിയർ. ആൻഡ് ദെയർഫോർ ഈ ഹാർട്ടും കൂടെ ഹി ഗിവ്സ് അസ്. കാരണം ക്രിസ്തുവിന് അറിയാം നമ്മളോട് വെറുതെ പറഞ്ഞു വിട്ടിട്ട് പോയാൽ നമ്മളത് ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. സോ വാട്ട് ഹി ഡസ്, ഹി സ്ലോലി ആൻഡ് ഷുവർലി ചേഞ്ചസ് us into the likeness of his image. The moment we accept Christ into our life, we are transformed. ആ moment എന്ന് പറയുന്നത് ശരിയല്ല, slowly we are transformed into the likeness and the image of Christ. ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, because Christ is the begotten son of God. ദൈവം ഉരുവായതാണ്, നമ്മൾ അങ്ങനല്ല. we were made from dirt, we were not begotten. പക്ഷേ ക്രിസ്ത്യാനിറ്റി തരുന്ന ഏറ്റവും വലിയൊരു ഓഫർ എന്താണ്? ദാറ്റ് വെൻ we accept Christ, we will get to share in the life of Christ, and we also become the children of God. And as the sons of God, the perishable life inside us, the bios, is replaced by the unending spiritual life, or the Zoe. When we become the children of God, the sons of God, we become like Jesus. And because we are like Jesus, we are able to love the Father as he loved the Father. And the spirit of love between the Father and the Son, the spirit of love, that is which we call the spirit of God, because the Bible says that God is love, that spirit of love will flow through us also, the whole community of Christians, and it will reach and touch the world outside. നമ്മളിൽ കൂടെ, നമ്മൾ ആരാന്ന് നമുക്കറിയാമല്ലോ, നമ്മൾ പുതിയ ഇസ്രായേലാണ്, the church. So through the church, the love, the spirit of God will flow out. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ പിന്നെയും അതേ ആൾക്കാരെ തന്നെ കണ്ടാൽ മതി, ദി അപ്പോസ്റ്റൽസ്. അപ്പോസ്തലന്മാർ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ മലയാളത്തിൽ നാടൻ രീതി പറഞ്ഞാൽ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാർ. ബട്ട് ആഫ്റ്റർ ദെയർ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, we see the immense energy, the immense conviction with which the apostles conquered the world with the message of Jesus Christ. They could not but speak about him, talk about him, thank him, worship him. Evada poyalum they could not but help, heal, liberate, bring peace, call people to fellowship, ask them to enter the kingdom of God. Karanam endana? Jesus now to them was their true life and their true love. അവരെ സംബന്ധിച്ച് ജീവിച്ച, അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. ബിക്കോസ് നൗ ഫോർ ദം ലൈഫ് ഇസ് എ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ, എ സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻ ഓഫ് ദ പ്രസൻസ്, എ റെസ്പോൺസ് റാദർ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആക്റ്റീവ് പ്രസൻസ് ഉണ്ട്. ആ പ്രസൻസിനോടുള്ള റെസ്പോൺസ് മാത്രമാണ് അവരുടെ ജീവിതം. സോ ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ക്രിസ്ത്യൻ ആക്ഷൻ is therefore an attempt to reveal the true nature of God to the rest of humanity. It is an attempt to reveal God is truth എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് our Christian life and action is an attempt to reveal the truth to the rest of the world, the nature of God. ഇവിടെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വഴക്കുണ്ട്, ഒരു അടി സഭയുടെ അകത്ത്. അത് ഏത് സഭയായാലും എനിക്ക് തോന്നുന്നു ഇവാഞ്ചലിക്കൽ ചർച്ചസ് വെച്ചിട്ട് കൂടുതലാണ്. അതായത് വർക്ക്സ് ആണോ ഇമ്പോർട്ടൻറ്റ്, ഫെയ്ത്ത് ആണോ ഇമ്പോർട്ടൻറ്റ്, നല്ല ഡീഡ്സ് ആണോ ഇമ്പോർട്ടൻറ്റ്, വിശ്വാസമാണോ? ഒരു കൂട്ടർ പറയുന്നു വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല, ഗുഡ് ഡീഡ്സ് ഷുഡ് ഓൾസോ ബി ദെയർ.
മറ്റേ കൂട്ടർ പറയുന്നു നമ്മൾ എത്രയൊക്കെ ഗുഡ് ഡീഡ്സ് ചെയ്താലും സ്വർഗരാജ്യം നമുക്ക് ഡിസേർവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ വെറുതെ കഷ്ടപ്പെടാതെ യു സിറ്റ് ആൻഡ് പ്രേ ആൻഡ് ബിൽഡ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു ആർഗ്യുമെന്റ് തന്നെ ഒരു തെറ്റാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് ഡൈക്കോട്ടമി ഇറ്റ് സെൽഫ് ഇസ് റോങ്. കാരണം ഇഫ് യുവർ ഫെയ്ത്ത് ഡസ് നോട്ട് ലീഡ് യു ഇൻ ടു വർക്ക്സ്, ആ ഫെയ്ത്ത് തന്നെ ശരിയല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഫെയ്ത്ത് ഇസ് നോട്ട് എ ഡാം. ഇറ്റ് ഇസ് നോട്ട് എ ഡാം വാട്ടർ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റേ ദെയർ വിത്തൗട്ട് ഫ്ലോയിങ് ഔട്ട്. അറ്റ് ദ സെയിം ടൈം Christianity is not a list of good deeds that you do to appease your guilt conscience or to earn number in heaven. സ്വർഗരാജ്യത്തിൽ മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഗുഡ് ഡീഡ്സ് അല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെല്ലാവരും, അതുപോലെ നിങ്ങളെല്ലാവരും, ക്രിസ്ത്യൻ ലൈഫ് ഈസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ നേച്ചർ ഓഫ് ഗോഡ് ഇൻ ആൻഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. Christian life is participation in the nature of God in and through Jesus Christ. It is making manifest. Our actions and our prayers are to make manifest the compassionate presence of God in the midst of this world, through which the healing, loving, forgiving, consoling, comforting, reconciling, unifying love of God can touch the rest of humanity. Christianity is participation in the boundless compassion of God and making manifest that presence, His presence in the midst of this world, through which കെട്ടിപ്പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം, as the best friend of humanity, as the Father who seeks the good of all, we are to make manifest that presence in the midst of man, so that they feel ആ കെട്ടിപ്പിടി അവരും കൂടെ ഒന്ന് അനുഭവിക്കട്ടെ. Christian actions are those through which the justice of God and the peace of God can guide this world. Our actions are those through which, and here I quote, good news is preached to the poor, freedom, liberty to the captive, sight to the blind, freedom to the oppressed, and the year of God's favor is proclaimed. Luke chapter 4 verses 18 to 19. So Christian living, അപ്പോസ്തോലിക ജീവിതം, നമ്മളെല്ലാവരും അപ്പോസ്റ്റൽസ് എന്നുള്ള രീതിയിൽ, is a confident expression of Jesus Christ. It is a confident expression of Jesus Christ. അപ്പോൾ ഇവിടെ ഞാൻ ആ തപ്പിയ കൊട്ടേഷൻ എനിക്ക് ഓർമ്മ വന്നു കറക്റ്റ് സമയത്തിന്. C.S. Lewis, one of the thinkers that we all know, എനിക്ക് അത്രയും ഭംഗിയായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പുള്ളിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞോട്ടെ. എവ്രി ക്രിസ്ത്യൻ ഈസ് ടു ബിക്കം എ ലിറ്റിൽ ക്രൈസ്റ്റ്. ദ പർപ്പസ് ഓഫ് ബിക്കമിങ് എ ക്രിസ്ത്യൻ ഇസ് നത്തിങ് എൽസ്. ദ ചർച്ച് എക്സിസ്റ്റ് ഫോർ നത്തിങ് എൽസ് ബട്ട് ടു ഡ്രോ മെൻ ഇൻ ടു ക്രൈസ്റ്റ് ആൻഡ് ടു മേക്ക് ദം ലിറ്റിൽ ക്രൈസ്റ്റ്. ആൻഡ് ഹി സേസ്, ഇഫ് ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ, then all the cathedrals, the churches, the clergy, the laity, the sermons, the preaching, mission, everything is a waste of time, because God became man for nothing else. Appam becoming little Christ, ee mandate, meaning Christ is the new humanity that God has asked us to become. He is the new man that God has asked us to become. Adu new alla, it is the old man, the first man, how God wanted us to become. And let me conclude by looking 1 minute at the personality of Jesus a little more. I said Jesus is the new humanity, and his persona is the template that we have been given to follow. Christ തന്നെ ആ പേഴ്സണാലിറ്റിയെ പറ്റി പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, the Sermon on the Mount. What does Jesus say? നമ്മളെല്ലാവരും കാണാൻ പഠിച്ച, ഞങ്ങൾ പോലും കാണാൻ പഠിച്ച അച്ഛന്മാർക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. Jesus said, blessed are the poor in spirit, blessed are the pure in heart, the peacemakers, blessed are the merciful, the meek, blessed are those who hunger and thirst for righteousness, blessed are those who are persecuted. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ജീസസ് ഇസ് ആക്ച്വലി ഡ്രോയിങ് എ സെൽഫ് പോർട്രേറ്റ്. സ്വന്തം മുഖത്തിൻ്റെ ഒരു രൂപത്തിൻ്റെ ഒരു പടം വരയ്ക്കാൻ നമ്മൾ യേശുവിനോട് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കും? അത് തന്നെയാണ്. വാട്ട് എവർ ഹി സെഡ് ഈസ് ഹൗ ഹി ഇസ്, ഇറ്റ് ഈസ് ഹൂ ഹി ഇസ്. സോ വാട്ട് ജീസസ് വാസ് ആക്ച്വലി ടെല്ലിങ് ഈസ് ടു ബി ലൈക്ക് മീ. As he behaves, so are we to behave.
As he spoke, so are we to speak. As he treated people, so are we to treat people. And as he suffered, so must we suffer. അപ്പോൾ ഇതങ്ങ് പറയുമ്പോൾ തീർന്നു. ജീസസിൻ്റെ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ മോഡൽ എന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ അതെന്തൊരു പാരഡോക്സിക്കൽ പേഴ്സണാലിറ്റി ആണ്. ജീസസ് വാസ് എ വാക്കിംഗ് പാരഡോക്സ്. God, when he became man, merged so many contrasts, opposites, paradoxes into his own nature. ജീസസിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? At once the lion and the lamb, tender but not meek, strong but not harsh, infinite glory with lowest humility, infinite justice with infinite mercy, complete authority, sovereignty, but with complete submission and surrender, supreme dominion, but with perfect obedience to the Father, meekness with majesty, meek before the lowly and the broken people, but fearless before the powerful, holiness, but without unapproachability, condemning sin, but infinitely merciful to the sinner. വചനം എന്താ പറയുന്നത്? Though he be a consuming fire to sin, he is the light and life of sinners. Romans 3:25. Though he is a consuming fire to sin, he is the light and life of sinners. So Jesus, who was at once the judge of the world, but also the savior of the world. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് എല്ലാം കൂടെ കയറിയ the incomparably beautiful human being whom we call Jesus, who walked the New Testament. So finally, I'll just say, we don't have just a book to follow. നമുക്ക് വെറും ഒരു പുസ്തകമല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. We are following a person, the Logos, the one who was at once truly man and truly God. We don't have just the word of the Lord to read and understand and follow. We have the Lord of the word. The Lord of the word to understand and to follow. അങ്ങനെ ചെയ്യുമ്പോൾ ആണ്, that is when we keep alive the apostolic flame in the society. Thank you so much.